പ്രധാനമന്ത്രി പദത്തിലെത്തി 10 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് നരേന്ദ്രമോദി എന്ന നേതാവ് കിട്ടാക്കനിയാണ്. ചോദ്യങ്ങളെ ഭയന്ന് ഓടിയൊളിക്കുന്ന നരേന്ദ്രമോദിയെ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇന്നും വിടാതെ പിന്തുടരുന്നുമുണ്ട്. അടുത്തിടെ നരേന്ദ്രമോദിയുടെ US പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രീഡ്മാനുമൊത്തുള്ള ഒരു പോഡ്കാസ്റ്റ് ഇന്ന് വലിയ ചർച്ചയായിരിക്കുകയാണ്. നീണ്ട 3 മണിക്കൂറാണ് അമേരിക്കൻ പോഡ്കാസ്റ്ററുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുന്നു കൊടുത്തിരിക്കുന്നത്. വാർത്താ സമ്മേളനങ്ങൾ നടത്താൻ മടിയുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അക്ഷയ് കുമാറിനെ പോലുള്ള സെലിബ്രിറ്റികൾക്ക് മാത്രമാണ് അഭിമുഖം നൽകുന്നത്. അതും മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് മോദിയുടെ രംഗപ്രവേശനം. രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മുന്നിൽ പത്രപ്രവർത്തകർക്ക് മുന്നിൽ ഇരുന്നു കൊടുക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടേയില്ല. പ്രസംഗങ്ങളും മൻ കി ബാത്തുമെല്ലാമായി ഒറ്റയ്ക്ക് ചോദ്യമുയരാത്ത വേദികളിലാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാകുന്നത്. 2007 കരൺ താപ്പറിൻ്റെ ചോദ്യമുനകൾക്ക് മുന്നിൽ വെള്ളം കുടിച്ച് ഇറങ്ങിപ്പോയ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ 3 മിനിറ്റ് പ്രധാനമന്ത്രി പദത്തിലെത്തിയിട്ടും മാറ്റമുണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യയിലെ അവസാന പത്രസമ്മേളനം 10 വർഷം മുൻപാണ് നടന്നത് എന്ന് 2024 ജനുവരി 3 മുതിർന്ന ജേർണലിസ്റ്റ് പങ്കജ് പചൗരി പറയുകയുണ്ടായി. 100 മാധ്യമപ്രവർത്തകരുടെ മുന്നിലിരുന്ന് എഴുതി തയ്യാറാക്കാതിരുന്ന 62 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞതെന്നും ആ മാധ്യമപ്രവർത്തകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2023 അമേരിക്കൻ വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ 2 ചോദ്യങ്ങൾക്ക് മാത്രമാണ് നരേന്ദ്രമോദി അതിനിടയിൽ ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രസിഡന്റ് ജോ ബൈഡനൊപ്പം നിൽക്കുന്ന മോദിയോട് മോദി ഭരണകൂടത്തിൻ്റെ ന്യൂനപക്ഷ സമീപനത്തെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടർ സബ്രിന സിദ്ദിഖി ചോദ്യം ചോദിച്ചപ്പോൾ പതറിയ മോദി നൽകിയ അവ്യക്തത നിറഞ്ഞ മറുപടികളും പലരും കണ്ടതാണ്. പിന്നീട് ആ റിപ്പോർട്ടർക്ക് നേരെ ഉണ്ടായ സംഘപരിവാർ ആക്രമണവും അതിനെതിരെ ശക്തമായ ഭാഷയിൽ വൈറ്റ് ഹൗസിൻ്റെ പ്രതികരണം ഉണ്ടായപ്പോഴും മൗനം പാലിച്ച പ്രധാനമന്ത്രിയെയും നമ്മൾ കണ്ടതാണ്. അപ്പോഴെല്ലാം കരൺ താപ്പറിൻ്റെ ഡബിൾസ് അഡ്വക്കേറ്റ് ചോദ്യമുനയിൽ 3 മിനിറ്റ് 20 സെക്കൻഡിനപ്പുറം വെള്ളം കുടിച്ച് ഇറങ്ങിപ്പോകുന്ന മോദിയെ ഓർക്കാതെ ഇരിക്കാൻ സാധിക്കില്ല. ഗുജറാത്തിലെ വംശഹത്യയെക്കുറിച്ച് 2007 പറയാനൊന്നുമില്ലാതെ 2002 ഗോദ്രയിലെ പ്രേതം താങ്കളെ പിന്തുടരുന്നില്ലേ എന്ന മോദി എന്ന കരൺ താപ്പറിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി ഇറങ്ങിപ്പോയ അന്നത്തെ മോദി ഇന്ന് 3 മണിക്കൂർ പോഡ്കാസ്റ്റിൽ ഇരുന്ന് ഗുജറാത്ത് കലാപമടക്കം വിഷയങ്ങളിൽ സംസാരിക്കുകയാണ്. പക്ഷേ മുന്നിലുള്ളത് കരൺ താപ്പറോ കുറിക്കുകൊള്ളുന്ന ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോ അല്ല. മോദിജിയെ ആരാധിക്കുന്ന അയാൾ വളരെ ആകർഷകനായ വ്യക്തിത്വമായി കരുതുന്ന ലെക്സ് ഫ്രീഡ്മാനാണ്. താൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ആകർഷകമായ മനുഷ്യരിൽ ഒരാൾ എന്നാണ് ലെക്സ് ഫ്രീഡ്മാൻ പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത്. RSS പ്രവർത്തനത്തെക്കുറിച്ചും 2002 കലാപത്തെക്കുറിച്ചും മോദി ഫ്രീഡ്മാനോട് സംസാരിക്കുന്നുണ്ട്. ഗുജറാത്തിലെ ആ കൂട്ടക്കുരുതിയെക്കുറിച്ച് പ്രധാനമന്ത്രി ആയതിനു ശേഷത്തെ ആദ്യത്തെ പരാമർശമാണ് ഈ അഭിമുഖത്തിൽ നിന്നും ഉണ്ടായത്. നരേന്ദ്രമോദി എന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയത് RSS ആണെന്നും RSSലൂടെയാണ് താൻ ഒരു ലക്ഷ്യബോധമുള്ള ജീവിതം കണ്ടെത്തിയതെന്നും മോദി പറയുന്നു. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനകളിലൊന്നാണ് RSS എന്നാണ് മോദി പറഞ്ഞത്. തൻ്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ചും തൻ്റെ വെള്ള കാൻവാസ് ഷൂവിന് നിറം പകരാൻ ക്ലാസ്സിൽ ബാക്കി വന്ന ചോക്കെടുത്ത ദാരിദ്ര്യത്തെക്കുറിച്ചും ഹിമാലയത്തിലെ തൻ്റെ വർഷങ്ങളെക്കുറിച്ചുമെല്ലാം മോദി വാചാലനാകുന്നുണ്ട്. പിന്നെ തൻ്റെ അച്ഛൻ്റെ ചായക്കടയെക്കുറിച്ചും ദരിദ്ര ബാല്യത്തിലും കൈവിടാത്ത ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ചുമെല്ലാം നരേന്ദ്രമോദിക്ക് ധാരാളം കാര്യം പറയാനുണ്ട്. അമേരിക്കക്കാരനായ ഫ്രീഡ്മാന് മുന്നിൽ ട്രംപിനെ ധീരനായ വ്യക്തിയെന്നും തങ്ങൾക്കൊരേ മനസ്സാണെന്നും മോദി ഡിയർ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നു. കരുതി തന്നെയാണ് ട്രംപിൻ്റെ 2ാം വരവെന്ന പുകഴ്ത്തലും അത് നടത്താനും നരേന്ദ്രമോദി മടിക്കുന്നില്ല.